السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ സുപ്രസിദ്ധ പണ്ഡിതനും ഷെയ്ഖും ഖാദിരിയ ത്വരീഖത്തിന്റെ ഖലീഫയും വലിയ ഷാഇറും വലിയ കവിയുമായ ബഹുമാനപ്പെട്ടവർ മദീന ഷെരീഫിൽ വെച്ച് അറബി അക്ഷരമാല പൂർണ്ണമായി കോർത്തിണക്കിക്കൊണ്ട് ഏകദേശം 31 വരികളുള്ള അത്യബുൻ നഗമി ഫീ മദ്ഹി സയ്യിദിൽ അറബ് എന്ന ഒരു വലിയ കവിതാ സമാഹാരം രചിക്കുകയുണ്ടായി. അത് അല്ലഫൽ അലിഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ പ്രമാണിച്ചുകൊണ്ട് ആ 31 വരികളും ഓരോ ദിവസവും ഓരോ വരികൾ വിശകലനം ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽ വിട്ട അല്ലഫൽ അലിഫിൻ്റെ ആ കവിത, ആ ഒരു ബൈത്ത് എല്ലാവരും എടുത്ത് പ്രിന്റ് ചെയ്തോ അല്ലാതെയോ വെക്കണം. ദിവസം ഒരു തവണയെങ്കിലും ആ ബൈത്ത് നിങ്ങളൊക്കെ ചൊല്ലണം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് മനസ്സും ശരീരവും എത്താൻ വലിയ നിമിത്തമാകുന്ന ഒരു വലിയ ബൈത്താണ് അല്ലഫൽ അലിഫ്. അതിൻ്റെ ഫളായിലുകൾ ധാരാളമുണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രം ക്ലാസ് ആയതുകൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അതിവിശിഷ്ടമായ ഒരുപാട് പ്രയാസങ്ങൾക്കും പരിഹാരമായ, ഒരുപാട് വിഷമങ്ങൾക്ക് പരിഹാരമായ, പല വിഷയങ്ങളിലും അത്ഭുതം കാണുന്ന ഒരു വലിയ മഹത്തായ ഒരു ബൈത്തും കൂടെയാണ് അല്ലഫൽ അലിഫ്. അല്ലാഹു തആല അത് പരിപൂർണമായി പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങളുടെയും അവരുടെ അയ്യാരി ഇത്രത്ത് അഹാലിങ്ങൾ, അവരുടെ കുടുംബം, അവരുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും ഈ ഗ്രൂപ്പിലുള്ളവരെയും നമ്മുടെ ഭാര്യമാര്, മക്കള്, മുത്തഅല്ലിമീങ്ങൾ, സ്ഥാപനം, അതുപോലെ നമ്മളെ സഹായിക്കുന്നവർ, അള്ളാഹു അവർക്കൊക്കെ വലിയ റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ തുടങ്ങാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅ്ലൽ ആലിആൽ أول السطور بسم الله بدء القال قال ألف الألف نظام مدح أعلى العالعال. അത്യുന്നതങ്ങളിൽ അത്യുന്നതരായ, മഹോന്നതരിൽ മഹോന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളെ, അവിടുത്തെ മദ്ഹുകളെ കോർത്തിണക്കിക്കൊണ്ട് അൽ അലിഫു എന്ന് പറഞ്ഞാൽ ഇവിടെ സാധുവായ, ഇത് എഴുതിയ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി തങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഒരു സാധുവായ ആളാണ് ഞാൻ, ഒരു തവാളു ആണ്, എന്തൊരു താഴ്മയാണ് പറയുന്നത്. സാധുവായ ഒരു അമലും എൻ്റെ കയ്യിലില്ല, ധാരാളം നിസ്കാരമോ നോമ്പോ ദിക്റുകളോ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. വളരെ പാവപ്പെട്ട
ഒരു സാധുവായ ഞാൻ ഒരു കവിത രചിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് ആ കവിത, ആ ബൈത്ത് ഞാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പാടാനും പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി കഴിയുന്നവരൊക്കെ ഈ ബൈത്ത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഏത് സമയത്തും നടന്നു പോകുമ്പോഴും വണ്ടിയിൽ വാഹനത്തിൽ പോകുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ചുണ്ടുകളിൽ കൊണ്ടുവരാൻ പറ്റുന്ന, മനസ്സിന്റെ അവതാരങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന, അകത്തളങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഒരു ബൈത്താണ് അലഫൽ അലിഫ് എന്ന് പറയുന്ന ഖസീദ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.